കേരളം കണ്ട ദ മോസ്റ്റ് ഇൻഎഫിഷ്യന്റ് ടീം ആണ് ഈ മന്ത്രിസഭ. സതീശൻ അങ്ങനെ ഒരു ആക്ഷേപമുള്ള സ്ഥിതിക്ക് നമുക്ക് രണ്ട് മന്ത്രിസഭകളിലെയും മന്ത്രിമാരുടെ പ്രകടനം ഒന്ന് താരതമ്യം ചെയ്യാം. ആദ്യം നമുക്ക് വ്യവസായ വകുപ്പ് ഒന്ന് നോക്കാം. പി രാജീവിന്റെ കാലത്ത് 5 ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിൽ വന്നു. അത് 7.5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ കേരളം തുടർച്ചയായി 1ാം സ്ഥാനത്തെത്തി. പണ്ടത് 28ാം സ്ഥാനത്തായിരുന്നു. ഇപ്പൊ അവസാനം വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഞങ്ങൾ ഈ സർക്കാരിനെതിരെ മത്സരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചു. അത്ര വ്യവസായ സൗഹൃദമായി കേരളം. കുഞ്ഞാലിക്കുട്ടിയുടെ കാലത്ത് 40,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് കേരളത്തിൽ വന്നത്. അടുത്തത് വീണ ജോർജ്. ഈ 5 വർഷം 7,000 കോടി രൂപയുടെ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കേരളത്തിൽ നടന്നു. VS ശിവകുമാർ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ വെറും 620 കോടി രൂപയുടേതായിരുന്നു. ഇനി PWD മിനിസ്റ്റർ മുഹമ്മദ് റിയാസ്. കേരളത്തിലാകെ 4,000 കിലോമീറ്ററാണ് സ്റ്റേറ്റ് ഹൈവേ ഉള്ളത്. അത് 3,000 കിലോമീറ്റർ BNBC നിലവാരത്തിൽ ടാർ ചെയ്തു. ഒരുപാട് മേൽപ്പാലങ്ങളും പുതിയ റോഡുകളും വന്നു. കേരളം വിട്ടാൽ നല്ല റോഡുകൾ എന്നത് മാറി കേരളത്തിലേക്ക് വരൂ നല്ല റോഡുകൾ കാണൂ എന്ന് പറയുന്ന അവസ്ഥയിലെത്തി. പണ്ട് വെറും 100 കിലോമീറ്റർ റോഡായിരുന്നു BNBC നിലവാരത്തിലുള്ളത്. ഇനി റവന്യൂ മിനിസ്റ്റർ K രാജൻ 4 ലക്ഷം പട്ടയം ഈ 5 വർഷം കൊണ്ട് വിതരണം ചെയ്തു. വയനാട് പുനരധിവാസം ഇന്ത്യയിലെ ദുരന്ത നിവാരണത്തിന്റെ പുതിയ ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 2011-16 അടൂർ പ്രകാശിന്റെ കാലത്ത് വെറും 1 ലക്ഷം പട്ടയമാണ് വിതരണം ചെയ്തത്. വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി ഈ 5 കൊല്ലം കേരളത്തിന്റെ സ്ഥാപിത വൈദ്യുതിയിൽ 980 മെഗാവാട്ടിന്റെ വർധന ഉണ്ടായി. ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്ത് വെറും 29 മെഗാവാട്ടാണ് വർധന ഉണ്ടായത്. അടുത്ത KV ഗണേഷ് കുമാർ. KSRTC അടച്ചുപൂട്ടേണ്ടി വരും എന്ന് പറഞ്ഞ മന്ത്രിമാരുടെ കാലത്ത് നിന്ന് ഇന്ന് പുതിയ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിക്കുന്നു, നഷ്ടം നികത്തുന്നു. ഏറ്റവും ആധുനിക സംവിധാനമുള്ള ബസ്സുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടുന്നു. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയെപ്പറ്റി പലതവണ കേരളം ചർച്ച ചെയ്തതാണ്. 5,500 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം ഈ 5 വർഷം കേരളത്തിലുണ്ടായി. മഴവില്ലിന്റെ കളറുകൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിച്ച, എലിമന്തി കഴിച്ച് കുട്ടികൾ വയറ് നിറച്ച അബ്ദുറബിന്റെ കാലവുമായിട്ട് ഒരു താരതമ്യം പോലും അർഹിക്കുന്നില്ല. അടുത്തത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. ചീഞ്ഞ് നാറിക്കിടന്നിരുന്ന കേരളത്തെ ഏകദേശം തൂത്തുടച്ച് വൃത്തിയാക്കി. കേരളത്തിലെ കനാലുകളും തോടുകളുമൊക്കെ വൃത്തിയായി. K-സ്മാർട്ട് വഴി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഡിജിറ്റൽ സേവനങ്ങൾ കൊണ്ടുവന്നു. കുടുംബശ്രീയെ നവീകരിച്ച് ശക്തിപ്പെടുത്തി. ഇതിനൊക്കെ ഫണ്ട് സമാഹരിച്ച് ഈ പദ്ധതികളുടെയൊക്കെ നട്ടലായ KN ബാലഗോപാൽ. യുദ്ധമുണ്ടാകുമ്പോൾ രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്ന പോലെയാണ് കേന്ദ്രം കേരളത്തോട് സാമ്പത്തികമായി ഞെരുക്കിക്കൊണ്ടിരിക്കുന്നത്. ആ കൊടിയ സാമ്പത്തിക പീഡനത്തിനിടയിലും കേരളത്തിന്റെ ട്രഷറി ഒരു ദിവസം പോലും പൂട്ടിയില്ല. ഒരു പദ്ധതികളും പണമില്ലാത്തതുകൊണ്ട് മുടങ്ങിയില്ല. അവസാനിപ്പിക്കുന്നതിന് മുൻപ് 2 കോൺഗ്രസ് നേതാക്കൾ നടത്തിയ പ്രസ്താവനകൾ നമുക്കൊന്ന് നോക്കാം. ഒന്ന്, മണിശങ്കർ അയ്യർ. ഈ സർക്കാർ ഒരു അത്ഭുതമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 2, VD സതീശൻ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്ത് സതീശൻ വിശേഷിപ്പിച്ചത് തീവെട്ടിക്കൊള്ള എന്നാണ്.